അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് 4ൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 4 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിങ്ങനെ നിന്നത്. അപ്പോൾ ഞാൻ ബ്രെഡിനെ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ബ്രെഡ് ഒന്ന് ഇതേപോലെ ഒന്ന് 1 മിനിറ്റ് അധികം ഒന്നും സ്റ്റീം ചെയ്യാൻ വെക്കരുത്. ജസ്റ്റ് ഒന്ന് സ്റ്റീമായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബ്രെഡ് എടുത്ത് മാറ്റാം. അപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് വെച്ചാൽ നമുക്ക് താഴെ ഭാഗത്തുള്ളത് നന്നായിട്ട് സ്റ്റീമായി കിട്ടും, മുകൾ ഭാഗത്ത് സ്റ്റീമായി കിട്ടില്ല. അതുകൊണ്ടാണ് ഇതേപോലെ കുറച്ച് മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റീം ആകുന്നവർ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ബ്രെഡ് മൊത്തത്തിൽ ഞാനിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി നോക്കാം. വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ട് തന്നെ മസാല ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കില്ലേ. അപ്പോൾ അതാണ് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഇന്നലെ സമൂസക്ക് ഉണ്ടാക്കിയ മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു എളുപ്പപ്പണിയായിട്ടൊരു സംഭവം കൂടെ ചെയ്തു. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുത്തു. അതിന് ശേഷം മസാല വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത പോലെ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ ഏത് മസാല വേണമെങ്കിലും എടുക്കാം. ചിക്കൻ്റെ മസാല, അല്ലെങ്കിൽ ബീഫ് മസാല, അല്ലെങ്കിൽ എഗ്ഗ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മസാല വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മസാലയിലേക്ക് തേങ്ങ ചെറുക്കിയിട്ടില്ല, അത് മൊത്തത്തിലായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല ഉള്ളതുകൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ട് പണി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മസാല വേണമെങ്കിലും തയ്യാറാക്കാം. ഇത് ചിക്കൻ്റെ മസാലയാണ്. അപ്പോൾ തേങ്ങയും അതിലേക്കിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ കലക്കിയെടുക്കണം. ഈ ഒരു വെള്ളം പോലെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ലൂസാക്കി എടുക്കാം. ഇനി എന്താ പരിപാടിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ 4 സൈഡും ആ ബ്രൗൺ കളറുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. ഈ കത്തീനേക്കാളും ഒരു സിമ്പിളായിട്ട് തോന്നുന്നത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് മുറിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ, അല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലോ, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ബോർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ പരത്തി കൊടുക്കണം. അതിൻ്റെ കട്ടിയൊക്കെ നല്ലപോലെ കുറഞ്ഞ് കിട്ടണം. അതിന് നമുക്കൊന്ന് മടക്കിയെടുക്കാനുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെയും അതുപോലെ നമ്മൾ പരത്താത്ത ബ്രെഡിൻ്റെയും കനം നോക്കിയോ. ഇത്രയും നമ്മൾ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തേക്ക് മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് മടക്കിയെടുക്കണം. നമുക്ക് ഈ കോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മൈദ കലക്കിയത് അവിടെ തേച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ്സായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ആവും, അതങ്ങ് റെഡിയാവും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി മൊത്തത്തിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം.
അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇടയ്ക്ക് അതിൻ്റെ വേറെ പണിക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ വൈകുന്നേരം ചായക്ക് കടിയായിട്ട് പഴം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റീം ആയി കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ബ്രെഡിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മൊത്തത്തിൽ ഞാൻ ഇപ്പം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കില്ലേ, അതും കൂടെ എടുത്ത് വെക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ഏത് മസാലയാണോ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത് അത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിഡിൽ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് 2 ഭാഗത്തായിട്ടും നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദേൻ്റെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഈ പിന്നെ നമ്മുടെ മസാല ഒന്ന് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു കോലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ നടുഭാഗത്ത് സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗവും നന്നായിട്ടൊന്ന് ഇങ്ങനെ താഴെ ഭാഗത്തേക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ സ്നാക്ക് മൊത്തം ഇവിടെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ച് മൈദ ഇതേപോലെ നേരത്തെ കലക്കിയ പോലെ തന്നെ കുറച്ചുകൂടി ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് അതുപോലെ കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഉപ്പും അതുപോലെ കറിവേപ്പില കട്ട് ചെയ്തതും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ മൈദേൻ്റെ മിക്സ് ചെയ്ത് ഇവിടെ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിനു മുമ്പ് ബ്രെഡ് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സാധാ നമ്മൾ എല്ലാ സ്നാക്കും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ മൈദേൻ്റെ മിക്സിലൊന്ന് ഇതൊന്ന് ഡിപ്പ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് പിന്നെ കുതിർന്ന പോലെ ആയിപ്പോവില്ല, അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ മൈദേൻ്റെ മിക്സ് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് അതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്ക് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സ്നാക്കിന് ഇറങ്ങിയാൽ പിന്നെ അത് ഉണ്ടാക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ പോയിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടത്തേക്കും ഫോൺ പിടിച്ച് പിന്നെ നടക്കില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സ്നാക്ക് മൊത്തം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഒരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ചൊന്ന് സമയം അവിടെ വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനല്ലേ. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മക്കളെ അവിടെ ചെടിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ ചെടിക്കൊന്നുമല്ല ഒഴിക്കുന്നത്, മുറ്റത്തൊക്കെ ആയിട്ടോ നനക്കുന്നത്. അപ്പോൾ തെങ്ങും അതുപോലെ മാവ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നാലുള്ള അവസ്ഥ കേട്ടോ. ഒരാൾ ഷാൾ അവിടെ, ബാഗ് ഇവിടെ, ചെരുപ്പ് അവിടെ, അങ്ങനെ ഇരിക്കും. നിങ്ങളെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ഞാൻ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. ഒന്ന് എടുത്തു വെക്കാൻ പറയും, അപ്പോൾ പറയും. പിന്നെ എടുത്തു വെക്കണമെങ്കിൽ കുറേ സമയം കഴിയണം, എന്നാലേ എടുത്തു വെക്കുള്ളൂ. അപ്പോൾ അവരത് നനക്കുന്നു. കുഞ്ഞോന് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉറങ്ങാണ്. അപ്പോൾ അങ്ങനെ സ്നാക്ക് റെഡിയായപ്പോൾ സമാധാനമായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ സ്നാക്കും അവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ. അതുപോലെ മുന്തിരിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ എടുത്ത് വെച്ച്. അപ്പോൾ മുന്തിരിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അവിടെ വെക്കും. അപ്പോൾ അതിലെന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അത് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
മക്കളൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കും. പിന്നെ അവർ ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് എൻ്റെ സമയം പോക്കും. പിന്നെ ഈ പാത്രം ഒരുപാട് കഴുകി വെക്കാനുണ്ട്, അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാൻ ചോദിച്ച്. അപ്പോൾ ഇതാ എണ്ണ പിന്നെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞോനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവനും അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ഈ ഐസ്ക്രീമിൻ്റെ പോലെ ആ സ്നാക്ക് കാണിച്ചെടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അവന് എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും അവന് കേൾക്കുന്നില്ല കേട്ടോ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇതിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മസാലേൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ളൊരു മസാലയായിരുന്നു. അത് ഒപ്പിക്കൽ മസാലയായിരുന്നു, എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ സ്നാക്കൊന്ന് തയ്യാറാക്കി നോക്കും. ഇതിനു മുമ്പ് മക്കൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊന്നും കൂടെ ഇടാൻ പറ്റുമോ നോക്കിയത്. പക്ഷേ ചെറിയ പാത്രം ആയതുകൊണ്ട് അതിലിട്ടാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വീതം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് രണ്ടെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി മൊത്തത്തിൽ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ്. പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സും അതുപോലെ പിന്നെ കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആപ്പിൾ ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കട്ടപ്പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് കട്ടയായിട്ടില്ല, ചെറുതായിട്ടൊന്ന് കട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്കായും അതുപോലെ പഞ്ചസാരയും പിന്നെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ മക്കളൊക്കെ പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അവരാക്കൂല, എന്നാലും കുറച്ചൊക്കെ അവരും പിന്നെ ഈ കട്ട് ചെയ്യുന്ന ഭാഗം എടുത്ത് വെക്കാനും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവരും ഇതിൻ്റെ അകത്ത് ഞാൻ കൂട്ടാറുണ്ട്. അങ്ങനെ ഇതാ ആപ്പിൾ ജ്യൂസൊക്കെ ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞവനിക്ക് ആ സ്നാക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവനിക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏകദേശം സമയമാവാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബത്തക്ക അതുപോലെ മുന്തിരി പിന്നെ പപ്പായ എന്നുള്ളത്. അതിനുശേഷം ഇത് ഞാൻ ബാക്കിയുള്ള പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ. ഈ നോമ്പിനുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത്, പാത്രം കഴുകലാണ്. അപ്പോൾ നമ്മൾ ഓരോ പണി കഴിയുന്തോറും പിന്നെയും ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ബാക്കി പരിപാടി കാണിക്കാം. ഓക്കെ. ഈ ഒരു സമയത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്താഴത്തിന് കഴിക്കാനുള്ള ചോറാണ് കേട്ടോ. പിന്നെ അതുപോലെ ദോശേൻ്റെ അരിയൊക്കെ അരച്ച് അവിടെ പിന്നെ നല്ല ഉഴുന്ന ദോശയായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പതച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. മക്കളൊക്കെ അവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ വലിയൊരു നോമ്പ് തുറേൻ്റെ വലിയ ആർഭാടായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും ചിലപ്പോൾ 2 സ്നാക്സ് ഉണ്ടാക്കും, അതുപോലെ അല്ലെങ്കിൽ ഒരു സ്നാക്ക്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ്. അതാണ് മെയിനായിട്ട്. ചായയൊക്കെ വെച്ചപ്പോൾ ആർക്കും ചായ കുടിക്കാൻ വേണ്ട. അപ്പോൾ പിന്നെ ഫസ്റ്റ് ദിവസമൊക്കെ ചായ ഉണ്ടാക്കി, പിന്നെ ചായ ആർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാൻസലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് കുറച്ച് നേരം പോയി നിന്നു. പിന്നെ അതിന് ശേഷം ബാങ്ക് കൊടുക്കാനായപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടോ.
അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് പിന്നെ ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഇട്ടതും കൊടുത്തതും അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. അപ്പം മക്കൾക്ക് ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കറിയും അതുപോലെ ചാറ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ, സീ യു.